ഇന്നത്തെ നമ്മളെ വീഡിയോ രാവിലെ തന്നെ അരി അരച്ചിട്ട് രാവിലെ തന്നെ നല്ല സോഫ്റ്റ് വെള്ളയപ്പം എങ്ങനെയാണ് ചുട്ടെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അരിയൊക്കെ കുതിർക്കാൻ മറന്നു പോയാൽ പേടിക്കുകയോ വേണ്ട, നമുക്ക് രാവിലെ അരച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഇത് ഞാനിവിടെ 1.5 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി 2-3 വെള്ളത്തിൽ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് ചോറ്, 1 കപ്പ് തേങ്ങ, നമ്മൾ അരി അളന്ന അതേ കപ്പിൽ വേണം ഈ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് അളന്നെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഈസ്റ്റ്, അതും കൂടി ചേർക്കുക. പിന്നെ വേണ്ടത് ചെറിയ ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം നമ്മൾ തണുപ്പുള്ള കാലാവസ്ഥയാകുമ്പോൾ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ നമ്മൾ നോർമൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് ചെറു ചൂടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇനി നാളെ രാവിലെ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ രാവിലെ ആയപ്പോൾ ഞാനിതാ തുറന്ന് നോക്കിയിട്ട് നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് അരിയൊക്കെ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. ഒരു പ്രാവശ്യം ഇട്ടിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല മിനുസത്തിൽ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നുകിൽ കൈ വെച്ചിട്ട്, കൈയിനെ കൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ വലിയൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒരു റിങ് താഴ്ത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിൽ തട്ടാതെ വേണം ഈ ഒരു മാവിൻ്റെ പാത്രം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ മൂടി വെച്ചേക്കുക. ഒരു 1.5 മണിക്കൂർ അത്രയേ വേണ്ടി വരും. ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആകുമ്പോഴത്തേക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വരും. ഞാനിവിടെ ഇതാ 1.5 മണിക്കൂർ മാത്രം വെച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്കന്നെ ഇതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ അരി അരക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ് കിട്ടുക. അപ്പത്തിന് നല്ല ഓട്ടയൊക്കെ വീണിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അപ്പം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അല്ലെങ്കിൽ ഉച്ചക്കോ അരി കുതിർക്കാൻ മറന്നു പോയാൽ നമുക്ക് രാത്രിയിൽ ഇതുപോലെ എല്ലാം ഒന്നിച്ചിട്ടിട്ട് കുതിർത്തെടുത്തിട്ട് ഇതുപോലെ രാവിലെ അരച്ചിട്ട് നല്ല സോഫ്റ്റ് അപ്പം തന്നെ റെഡിയാക്കാം. നമ്മളൊരു കറിയൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്ക് മാവ് അരച്ച് വെച്ച് കഴിഞ്ഞാൽ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് മാവ് നന്നായി പൊങ്ങി വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.